ഇപ്പോൾ ഒരു സാധാരണ ഇന്ത്യൻ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കരിയർ, അതുപോലെ അയാളുടെ ഒരു ചിന്താശേഷി, ഇതിനൊക്കെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത്? ഇപ്പോൾ ഒരു ഭാരതീയ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഈ കുട്ടിയിലെ ഞാൻ ഭാരതീയനാണ് എന്നുള്ളതിൽ ആത്മാഭിമാനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നു. ചെറിയ ക്ലാസ്സിലെ പാഠഭാഗങ്ങളിലൂടെ തന്നെ ആ കാര്യങ്ങൾ ഈ കുട്ടിയിൽ ജനിപ്പിക്കാൻ, മൊത്തം ഭാരതത്തെക്കുറിച്ച്, ഭാരതത്തിലെ വൈവിധ്യം, ഭാരതത്തിലെ ഭാഷകൾ, ഭാരതത്തിലെ ഉത്സവങ്ങൾ, ഭാരതത്തിലെ മഹാപുരുഷന്മാർ, ഭാരതത്തിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച ആൾക്കാർ, ഇവരൊക്കെ ഇവരുടെ ഉള്ളിലെ പ്രേരണയായി മാറും. അങ്ങനെ ഭാരതീയൻ എന്നുള്ളതിൽ അഭിമാനം, അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കുട്ടി ഇന്നത്തെ ചുറ്റുവട്ടത്തിൽ വിവിധ പ്രശ്നങ്ങളോട് നേരിട്ട് സംവദിക്കുകയാണ്. ഈ സംവദിക്കുന്ന സമയത്ത് എൻ്റെ നാടിൻ്റെ സംസ്കാരം, എൻ്റെ നാടിൻ്റെ ജീവിത ദർശനം, എൻ്റെ നാട്ടിലെ പരമ്പരാഗതമായ അറിവുകൾ, അത് ആധുനിക കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തമാണ്, അത് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ എന്നുള്ള വിവിധ ചിന്തകൾ ഈ കുട്ടി സ്വയം ചോദിക്കുന്ന ഒരു സ്ഥിതി സംജാതമാകും, ഒരു മിഡിൽ ലെവലിൽ. ആ തലത്തിൽ നിന്നും വീണ്ടും കുട്ടി ഇന്നത്തെ വ്യക്തിതലം മുതൽ വിശ്വതലം വരെയുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണേണ്ടത് എൻ്റെ ബാധ്യതയാണ് എന്നുള്ള ഭാരതീയ ജീവിതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ദൃഢനിശ്ചയത്തിലേക്ക്, ഒരു ആദർശ ജീവിതത്തിലേക്ക് ഈ വിദ്യാർത്ഥി അറിയാതെ പോകുന്ന രീതിയിലാണ് നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്.